പൂരത്തിൽ പങ്കെടുക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് തെക്കിൻകാട് മൈതാനത്ത് തുടരുകയാണ്. ആനപ്രേമികളുടെ പ്രിയങ്കരനായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പൂരത്തിൽ എത്തുമോ എന്നത് ഈ ഫിറ്റ്നസ് ടെസ്റ്റിന്റെ ശേഷമറിയാം. ദീപക് മലയമ്മ നൽകും വിവരങ്ങൾ. ദീപക്, രാമൻ എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വരവിനാണ് പൂരപ്രേമികൾ, ആനപ്രേമികളെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. ഏകഛത്രാധിപതി ഇറങ്ങുമോ പൂരത്തിന്? ബിർള, അത് തന്നെയാണ് ഏറ്റവും കൗതുകമുള്ള കാര്യം. ആനയെ സംബന്ധിച്ച ഫിറ്റ്നസ് എല്ലാം പക്കയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവിടെ ഫിറ്റ്നസ് പരിശോധന ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ബിനോയ് കൂടി ചേരുന്നുണ്ട്. പരിശോധന എല്ലാം പൂർത്തിയായല്ലോ? പൂർത്തിയായി. എന്താ ഒരു പ്രതീക്ഷ? നമുക്ക് പ്രതീക്ഷ കുറവില്ല. 100% അല്ലേ. ആനയ്ക്ക് ഓൾറെഡി ഫിറ്റ്നസ് ഉള്ളതാണല്ലോ. നമ്മൾ ഒരു പാനൽ പരിശോധിക്കുന്നതല്ല 15 ദിവസം കൂടുമ്പോൾ. പിന്നെ ഈ പൂർത്തിശപുരം പോലത്തെ പരിപാടികൾക്ക് അതിന്റെ അനുബന്ധമായിട്ടുള്ള ഒരു ഡോക്ടർമാരുടെ പാനലുണ്ട്, അവർ പരിശോധിക്കുന്നതാണ്. ഇനി വിവാദങ്ങളും ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വിവാദങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ബോധപൂർവമായ ഇടപെടലുകളാണ്. അതായത് തൃശ്ശൂർ പൂരം പോലത്തെ വലിയ പൂരം, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ആ പൂരത്തിന് വരുന്ന ആനകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് തെച്ചിക്കോട്ട് രാമചന്ദ്രനാണല്ലോ. വിൻഡ്രീൻ ബ്രൂണോ എന്ന് പറഞ്ഞ കോടതിയിലുള്ള തെച്ചിക്കോട്ട് രാമചന്ദ്രനെ പോലെ ആൾക്ക് സാങ്ഷൻ എടുത്ത് 2 വർഷമായിട്ട് അനുവാദം കിട്ടിയിട്ട് ഒരു കുഴപ്പമില്ലാതെ കഴിഞ്ഞ സീസണും ഈ സീസണിൽ 25ഓളം പരിപാടി എടുത്ത് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 11-ാം തീയതി മുതൽ ആ സർക്കുലറുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾ ബോധപൂർവം ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഞാനിപ്പോൾ ഓർക്കായിരുന്നു 2019 ഞാൻ ഓർക്കായിരുന്നു. ആ തെക്കേ ഗോപുരം നടക്കിയ മുൻപിൽ അത്രയധികം മനുഷ്യരെ കൂട്ടിയത് ഈ രാമനായിരുന്നു അല്ലേ? അത് ഓരോരുത്തർ സെലിബ്രിറ്റി അല്ലേ, ഓരോ ആന സ്റ്റാർഡം, അവരുടെ സ്റ്റാർഡം ഉപയോഗിച്ചിട്ട് അവർ നടക്കുന്നു. അത് നമ്മുടെയോ ആനയുടെ കുട്ടികളല്ലോ. അത് അതിന്റെ ആയ കാലം കൊണ്ട് ഉണ്ടാക്കി തീർത്ത പേരും പ്രശസ്തിയല്ലേ. അതിന് നമ്മൾ വേറെ ആരോടും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതിനെ നന്നായി നോക്കുക കാര്യങ്ങളാക്കി. ഇപ്പം നമ്മൾ കാര്യങ്ങളനുസരിച്ച് വളരെ കൃത്യമായി പോകുന്നുണ്ട്. അതിനുള്ള ഈ ബോധപൂർവമായ ഇടപെടലുകൾ വരുമ്പോഴാണ് ഇത്രയും വിഷയങ്ങളുണ്ട്. ഈ അമിക്കസ് ക്യൂറിയൊക്കെ നിയോഗിച്ചിട്ടുണ്ടല്ലോ, അവരൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് മൊത്തത്തിൽ എങ്ങനെ ഒരു ഫീൽ ചെയ്തു? നേരത്തെയും ഫിറ്റ്നസിനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ആ കോടതിയുടെ ഹിയറിംഗിൽ പങ്കെടുത്ത ആളാണ് ഓൺലൈനിൽ. അമിക്കസ് ക്യൂറിയോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട അവരുടെ ഓർഡറുകൾ അവർ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതേ എന്താ നടക്കണമെന്ന് എനിക്കറിയില്ല. നമ്മളെ കണ്ട കാര്യങ്ങളിൽ ഞാൻ അറിഞ്ഞ വിവരം അങ്ങനെയാണ്, അവർ നിരീക്ഷിക്കാനാണ് വന്നത്. നാളെ എന്തായാലും നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റും. ഏറ്റണമല്ലോ, ഏറ്റിന് വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. നമുക്കതിന് വിഷയങ്ങൾ ഇല്ലാന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കൊരു വിഷയങ്ങളും ഇല്ല. ഇപ്പം എന്താ പറയുക, ഒരു സമയമുണ്ടല്ലോ, ഏകദേശം ഒരു 12-15 മണിക്കൂർ കിടക്കല്ലേ. വിഷയങ്ങൾ ഉണ്ടാക്കാൻ ഇനി സമയങ്ങളുണ്ടല്ലോ. അന്ന് ഇവിടെ ഇരുന്നിട്ടേ ദേവിദാസിന്റെ അടുത്തുനിന്ന് തിടമ്പ് മാറ്റിക്കയറ്റിയ ഒരു സമയമുണ്ട്. അങ്ങനെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയായി എന്നാണ് ദീപക് മലയമ്മ തൃശൂർ തെക്കിൻകാട് മൈതാനിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. രാമൻ എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കിയിരിക്കുന്നു. ഫിറ്റ്നസ് പരിശോധന പാസ്സായോ രാമൻ എന്ന അല്പസമയത്തിനോടകം തന്നെ അറിയാം.